കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അതിനു വേണ്ടിയിട്ട് ബി ജെ പിയുമായിട്ടൊരു അവിഹിത ബന്ധത്തിന് കൃത്യമായ ധാരണക്ക് കളമൊരുക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. അത് വെളിച്ചത്ത് വന്നപ്പോൾ ഇപ്പോൾ ജയരാജൻ പ്രതിയായി, ജയരാജൻ ബലിയാടായി. ജയരാജനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമൊന്നും കോൺഗ്രസ് പാർട്ടിക്കില്ല. ജയരാജന് നടപടിയെടുക്കണം പാർട്ടി എടുക്കട്ടെ. ജയരാജനിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഈ BJP ബാന്ധവം? CPM-ന്റെ എങ്ങനെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറാൻ പറ്റും? എങ്ങനെ BJP ഒഴിഞ്ഞു മാറാൻ പറ്റും? നരേന്ദ്രമോദി ആലത്തൂരിലെ സ്ഥാനാർത്ഥിയെ വിളിച്ചിട്ട് ഫോൺ നടത്തി ഇലക്ഷന് മുമ്പ് 2 ആഴ്ച മുമ്പ്. കരുവന്നൂരിൽ നടപടി വരാൻ പോവാണ്, പ്രധാനമന്ത്രിയാണ് പറയുന്നത്, ഗ്യാരണ്ടിയാണ്, നടപടി ഉണ്ടാവും. എന്ത് നടപടി ഉണ്ടായത്? മുഖ്യമന്ത്രിക്കെതിരായ കേസുകളിൽ എന്ത് നടപടിയാണ് ഉണ്ടായത്? ഇത് കഴിഞ്ഞ പ്രാവശ്യവും അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് തന്നെ ആവർത്തിച്ചു. തെരഞ്ഞെടുപ്പിൽ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിനെ ടാർഗറ്റ് ചെയ്യാണ് നരേന്ദ്രമോദി എന്ന് വരുത്തുന്നത്. ഒരു കോൺസ്റ്റിറ്റ്യുവൻസി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരുന്നു. ആദ്യ പ്രാവശ്യം ഇപ്രാവശ്യം അത് ചീറ്റിപ്പോയി. അത് വേറെ കാര്യം. കൃത്യമായിട്ടുള്ള CPM മറുപടി പറയണം. ഇതിനകത്ത് മുഖ്യമന്ത്രി മറുപടി പറയണം. അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞതാണ് പ്രകാശ് ജാവദേക്കറെ കണ്ടത് ഒരു തെറ്റുമില്ല. പിന്നെ ഇന്നെന്തുകൊണ്ട് അത് തെറ്റായി മാറി? അപ്പൊ കള്ളി വെളിച്ചത്താവുമ്പോൾ പ്രതിയെ ഉണ്ടാക്കി യഥാർത്ഥ പ്രതി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെയും UDF-നെയും ഇവിടെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. ആ കോൺസ്പിറസിയിൽ പ്രധാന പങ്കുവച്ച ആള് മുഖ്യമന്ത്രി തന്നെയാണ്. തീർച്ചയായിട്ടും പ്രകാശ് ജാവദേക്കർ മുൻപ് ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു. ആ സമയത്ത് കണ്ടതാണെങ്കിൽ അത് മുഖ്യമന്ത്രിയും മന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച അത് പരസ്യമാവണം. രഹസ്യമായിട്ട് മന്ത്രിയായിട്ട് കൂടിക്കാഴ്ച നടത്തേണ്ട കാര്യമില്ലല്ലോ. അത് മുഖ്യമന്ത്രിയും അതിനുശേഷം കണ്ടിട്ടുണ്ടെങ്കിൽ ഏതവസരത്തിലാണ് കണ്ടത്? നിങ്ങൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു ചിത്രം ഉള്ളല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ എവിടെ വെച്ചാ മുഖ്യമന്ത്രി കണ്ടത്? മുഖ്യമന്ത്രി ഇന്നലെ പറയുന്നത് കേട്ടാൽ അതിൽ തന്നെ കൃത്യമായിട്ടും കള്ളത്തരമുണ്ട്. ഞാനൊരു പൊതുചടങ്ങിൽ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സീറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ട. അത് മുഖ്യമന്ത്രി അവിടെ പറയുന്നത് മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രിയുടെ സ്വഭാവം അറിയുന്നത് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു പൊതുചടങ്ങിൽ ആരെങ്കിലും കണ്ടാൽ സൗഭാഷത്തിനിടയിൽ പറയാൻ പോകുന്ന ആളല്ല അദ്ദേഹം എന്നുള്ളത്. അത് അദ്ദേഹം കൃത്രിമമായി പറഞ്ഞതാണ് ഇന്നലെ. ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ വിജയത്തിൽ വലിയൊരു പങ്ക് വഹിക്കാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന അവരുടെ യഥാർത്ഥ അനുഭാവികളുടെ വോട്ട് കൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന, കാരണം ഈ പാർട്ടിയുടെ ഈ പോക്കിൽ, ജീർണതയുള്ള പോക്കിൽ എല്ലാം താൻ തീരുമാനിക്കും, തനിക്ക് വേണ്ടി തീരുമാനിക്കുമെന്നുള്ള തീരുമാനം എടുത്തിട്ട് പാർട്ടിയെ അതിനുവേണ്ടി കോംപ്രമൈസിങ് ടൂളാക്കി മാറ്റുന്ന സാഹചര്യത്തെ ഏറ്റവും എതിർക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഒന്നുകിൽ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല. പലരും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. നിങ്ങളുടെ ഇതനുസരിച്ച് വോട്ട് ചെയ്തവർ അവർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടിയിട്ടുണ്ട്. പിണറായി മുഖ്യമന്ത്രി എന്ന നിലയിൽ പെൻഷൻ തടഞ്ഞു വെച്ചു. 8 മാസമായിട്ട് പെൻഷൻ കിട്ടാതെ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്.
വിലക്കയറ്റത്തിന് ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഒരുപാട് ചെയ്തികൾ ജനങ്ങളെ വലച്ചിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ പറഞ്ഞല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികൾക്ക് പോലും ദഹിക്കാൻ പറ്റാത്ത, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഗവൺമെന്റ് ഇദ്ദേഹത്തിന് നേതൃത്വം ചെയ്യുന്നതിനായിട്ടുള്ള അദ്ദേഹത്തിനെതിരായിട്ടുള്ള വികാരവുമുണ്ട്. തീർച്ചയായിട്ടും CPM നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനകത്ത് ജാഗ്രത കുറവ് കാണിച്ചു എന്നുള്ളത് ഞങ്ങളിതൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്, പലവട്ടവും ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇതൊക്കെ അവർക്ക് അറിയേണ്ടതല്ലേ. ഒരു മിഷനറി ഇത് വളരെ ചൂടുള്ള കാലഘട്ടമാണ്, വൈകുന്നേരങ്ങളിലാണ് വോട്ട് ചെയ്യാൻ വരിക. അപ്പം പ്രിലിമിനറി ഒരു മര്യാദയല്ലേ. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പല മണ്ഡലങ്ങളിലും ഒരുപാട് പേര് തിരിച്ചുപോയി വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ ജോലി എന്താണ്? അവർ ബ്രാൻഡ് അംബാസഡർമാരൊക്കെ എന്തിനാണ് വെച്ചത്? വോട്ടിങ്ങിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാനല്ലേ. ആ പങ്കെടുപ്പിക്കാനുള്ള ഒരു മിനിമം സൗകര്യമെങ്കിലും ഇലക്ഷൻ അതോറിറ്റീസ് ചെയ്തു കൊടുക്കണ്ടേ? ഇരിക്കാൻ സ്ഥലമില്ല, കുടിവെള്ളമില്ല, ഒരേ നിപ്പിൽ 5, 6, 7 മണിക്കൂർ ഈ ചൂട്ട വെയിലത്ത് നിൽക്കുക. വൈകുന്നേരം ആകുമ്പോൾ ഇരുട്ടുമായി. എത്രമായിട്ടുള്ള ഗുരുതരമായ അനാസ്ഥയാണിത്. കേരളത്തിലെ ചരിത്രത്തിൽ ഇതുപോലെ ഇലക്ഷൻ നടത്തിയിട്ടില്ല. KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. EP ജാവദേക്കർ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയാണ് വേണുഗോപാൽ.